നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. സാർ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ CJP പ്രൊട്ടസ്റ്റ് നടന്നത്. അതിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അത്രയേറെ ഒരു സംഭവബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചു. അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അമിത്ഷാ എവിടെ എന്നാണ്. അദ്ദേഹത്തെ അവിടെ സമ്മേളനം നടക്കുന്നുണ്ട്, വർഷകാല സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അതോ ഇനി എന്തോ വലിയൊരു പദ്ധതി അണിയറയിൽ നടക്കുന്നുണ്ടോ? അതുമായിട്ട് ഇനി ഒരു വരവ് വരാനാണോ, ഒരു 1.5 വരവ് വരാൻ വേണ്ടിയിട്ടാണോ പല നീക്കങ്ങളും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ഒരു പൊതുവേദികളിൽ നിന്നൊക്കെ ഒരു അപ്രത്യക്ഷമായിരിക്കുന്നത് എന്നാണ്. സകലമാന അടവുകൾ പയറ്റു നോക്കിയിട്ടും കള്ള വോട്ടുകൾ ഉണ്ട്, അതുപോലെ തന്നെ SIRൽ പല വോട്ടുകളും ഇല്ലാതാക്കി എന്നുള്ള കപടതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും EVM മെഷീന് കുഴപ്പമുണ്ടായി എന്നുള്ള കപടവാക്യങ്ങൾ നിരത്തിയിട്ടും ഒരു തരത്തിലും മോദി ഗവൺമെൻറ്റിനെ പുറത്തിറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഡിസ്ഗ്രണ്ടിൽഡായിട്ടുള്ള മോദിയെ എതിർക്കുന്ന വിഭാഗങ്ങളും അതുപോലെ തന്നെ അവാന്തര വിഭാഗങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ജന്തർ മന്ദറിൽ ഒരുമിച്ച് ഒരു സമരം നടത്തി. വേറൊരു വിഭാഗം അവരോട് ചേർന്ന് കഴിഞ്ഞാൽ പഞ്ചാബിൽ AAP വിജയിച്ചു പോകുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിതീവ്രമായിട്ട് അതീവ സുരക്ഷാ മേഖലയിലേക്ക്, നിരോധിത മേഖലയിലേക്ക് മാർച്ചും നടത്തിക്കൊണ്ട് ഇതിൽ മോദിയെ വീഴ്ത്താം എന്ന് വിചാരിച്ചു. അവരുദ്ദേശിച്ചത്, ഈ പറയുന്ന കോക്രോച്ചുകൾ ഉദ്ദേശിച്ചത് ബുള്ളറ്റുകളാണ്. ബുള്ളറ്റുകൾ കൊണ്ട് കുറേ പേര് നിരപരാധരായിട്ടുള്ള ആൾക്കാർ വെളിയിലുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ അതൊരു രക്തരൂഷിത കലഹമാക്കി മാറ്റി. നേപ്പാളിലെ പോലെ ഇവിടെയും ഒരു വിപ്ലവത്തിൻ്റെ ക്ലൈമാക്സ് സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ആ തന്ത്രം പിഴച്ചു. എങ്ങനെ? ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് പിറകോട്ട് മാറി. ഇതാ ഇപ്പോൾ അടുത്ത ആഴ്ച ആ പിറകോട്ട് മാറിയ സ്റ്റെപ്പുകൾ 2 സ്റ്റെപ്പ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അത് സസ്പെൻസ് നിൽക്കട്ടെ. ഇനി നേപ്പാളിനെ അനുകരിക്കാനാണ് രാഹുലും കൂട്ടരും ശ്രമിച്ചത്. പക്ഷെ നമ്മുടെ പത്രങ്ങൾ കാണാതെ പോകുന്ന ഒരു സത്യം ഇപ്പോഴുണ്ട്. ഈ നേപ്പാളിൽ ആ വിപ്ലവത്തിനെതിരെയുള്ള പ്രതിവിപ്ലവം എന്ന് മാർക്സിയൻ ഭാഷയിൽ പറയുന്ന വിപ്ലവം കടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അവിടെ പശുപതിനാഥ ക്ഷേത്രത്തിൽ സാധാരണ നടക്കുന്നത് പോലെ കൊടിതോരണങ്ങളുമായിട്ട് ഉത്സവം നടത്തിയപ്പോൾ ബർമയിൽ നിന്ന് കുടിയേറിയ രോഹിംഗ്യ മുസ്ലിങ്ങൾ അതിനെ എതിർത്തു. അന്നാട്ടിൽ ഏതാണ്ട് 15% അവിടുത്തെ മുസ്ലിങ്ങളും അതിനെ എതിർത്തു രംഗത്ത് വന്നു. കലഹമായി, കലാപമായി, വെടിവെപ്പ് നടന്നു അവിടെ. ഇതൊന്നും പത്രങ്ങൾ എഴുതുന്നില്ല. അതിൽ മരിച്ചത് മുഴുവൻ ഹിന്ദുക്കളാണ്. അവിടെ ഏതാണ്ട് 4 ജില്ലകളിൽ പ്രതിഷേധം കത്തിയാളുകയാണ് ബലൻ ഷായ്ക്കെതിരെ. അതായത് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള പ്രധാനമന്ത്രിക്ക് നേരെ. ഒരു പത്രവും റിപ്പോർട്ട് ചെയ്യാറില്ലത്. ഇതാണ് വാസ്തവം. കത്തിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാൾ. അത്തരം ഒരു വിപ്ലവത്തിനാണ് ഇവിടെ ആഹ്വാനം ചെയ്തത്. മോദിയെ പരമാവധി പ്രയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും തെറി വാക്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. മരിച്ചുപോയ ആൾ, സത്വിയായ സ്ത്രീ, അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് ഒരിക്കലും കടന്നു വരാത്ത സ്ത്രീയെപ്പോലും വിടാതെ. അതുകൂടാതെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് IS ഭീകരന്മാർ പോലും അതിനകത്തുണ്ടായിരുന്നു. കടന്നുകൂറി എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ എന്ത് വിപ്ലവം ഉദ്ദേശിച്ചു, അതിലും വലിയൊരു വിപ്ലവം ഇന്ത്യയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇൻ്റലിജൻസ് ഈ കാര്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ആ ഇൻ്റലിജൻസിൻ്റെ ഉപദേശം കൊണ്ടാണ് മോദി ഒരു ചുവട് പിന്നോട്ട് മാറിയത്. രക്തരൂഷിതമാവും, പിള്ളേർ പിന്നോട്ട് മാറില്ല. നമുക്കറിയാമല്ലോ അവരുടെ വാശിയും ആരോഗ്യവും ഊർജ്ജസ്വലതയും ഒക്കെ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുക, പടർന്ന് കത്തുന്ന ഒരു സ്ഥിതിവിശേഷം. ആ തീയാണ് മോദി അദ്ദേഹത്തിൻ്റെ സംയമനം കൊണ്ട് ഇല്ലാതാക്കിയത്. അത് വലിയൊരു വിജയത്തിന് വേണ്ടിയായിരുന്നു. സ്റ്റൂപ്പിംഗ് ടു കോൺക്വർ എന്ന് ഷെറിഡൻ പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച കാണാൻ പോകുന്ന പൂരമാണ്. ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. പാകിസ്ഥാൻ്റെ എലിമെൻസ് ആണല്ലോ ഇത് ആളി കത്തിക്കാൻ ശ്രമിച്ചത്. അതിപ്പോൾ ടുക്കടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ വേറെ ആവുകയാണ്. ബലൂചിസ്ഥാൻ ഈ ഓഗസ്റ്റ് 13 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. പാകിസ്ഥാനിൽ വെടിവെപ്പ് നടക്കുന്നു. തെഹ്രീക്ക് താലിബാൻ മേഖല, അത് അവർ ഇബ്നാർ ഖാനെ മാത്രമേ ഇപ്പോഴത്തെ ഭരണകൂടത്തെ തന്നെ അംഗീകരിക്കുന്നില്ല. അവർക്ക് പിന്തുണയുമായിട്ട് അഫ്ഗാനിസ്ഥാൻകാരുണ്ട്, താലിബാനുണ്ട്.
അങ്ങനെ 3 കഷ്ണങ്ങളായിട്ട് വീണ്ടും പിരിയുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് അങ്ങനെ സംഭവിക്കാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഭീകരൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, അവർ 30-40ഓളം അടുത്ത അവരുടെ പ്രവർത്തകരെ, അവരെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തകരെ അജ്ഞാതരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഈ അജ്ഞാതരുടെ കൈകൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ഒരു തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ POKയിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇങ്ങോട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ പോളിസി എന്ന് പറയുന്നത് 0 ടോളറൻസ് എന്നാണ്. ഇങ്ങോട്ട് കൊലപാതകം ചെയ്താൽ അങ്ങോട്ടും അത് തന്നെ ചെയ്യുമെന്നുള്ളൊരു നയം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ അതുകൊണ്ടാണ് നടന്നതെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരെ ഞാൻ ശിരസ നമിക്കുകയാണ് ചെയ്യുന്നത്. ആ വിപത്തുകളെ ഇല്ലാതാക്കുക. അവർ ഇന്ത്യക്കെതിരെ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ ഭീകരവാദം വിതയ്ക്കും. ലോകത്തെമ്പാടും നടന്നുകൊണ്ട് ഇപ്പോൾ നൈജീരിയയിൽ ഒരു ഭീകരൻ ക്രിസ്ത്യാനികളെ മാത്രം കൊന്നുകൊണ്ടിരിക്കുക. ഇതുവരെ കൊന്നുകൂട്ടിയാണ്ട് 2000-ലധികം പേരെയാണ്. ചാൾസ് ലോപരാജനെ പോലെ ഇങ്ങനെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരാതി ഞാനെങ്ങൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഇന്ത്യയിലേതൊരു നിസ്സാര FCRA വന്നപ്പോഴാണല്ലോ വലിയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം നടന്നത്. ഈ FCRA എതിർക്കുന്ന ആൾക്കാരും ഈ സമരത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച ആദ്യം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ FCRA ബില്ലാണ്. അത് അവതരിപ്പിക്കാൻ പോകുന്ന അമിത്ഷായാണ്. അമിത്ഷാ ധൈര്യപൂർവ്വം അത് അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ്. പലരും പറയാറുണ്ട്, ഇപ്പോൾ ഇന്ന് KC വേണുഗോപാൽ ഒരു പത്രസമ്മേളനം നടത്തി, അതിലും അദ്ദേഹം പറയുന്നു അമിത്ഷാ പോയി ഒളിച്ചിരിക്കുകയല്ല വേണ്ട, പെല്ലറ്റ് എന്തിനു ഉപയോഗിച്ചു എന്ന് പറയുകയാണ് വേണ്ടത്. പെല്ലറ്റിൻ്റെ കാര്യം കോടതിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പെല്ലറ്റ് ഉപയോഗിക്കാമെന്ന് ഇന്ത്യ ഭരണഘടനയും ശിക്ഷാ നിയമവും പറയുന്ന കാര്യമാണ്. പോലീസിന് അതിന് അനുമതിയുണ്ട്, നേരത്തെ തന്നെ അനുമതിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ നോട്ടീസ് അയക്കില്ലേ, അങ്ങനൊന്നും അവർ ചെയ്തില്ല. അവർ ജസ്റ്റിസ് സൂര്യകാന്ത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിനെതിരെയാണ് ഇവർ ഈ പേരിട്ടിരിക്കുന്നത്, കോക്രോച്ച് പാർട്ടിയിൽ നിന്ന്. ആ സൂര്യകാന്ത് വളരെയധികം വിശാല മനസ്കതയോടുകൂടി പറഞ്ഞു, ഈ കുട്ടികളാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അവർക്ക് പറയാനുള്ളത് എന്തെന്ന് നമ്മൾ ശ്രദ്ധാപൂർവ്വം ക്ഷമയോടെ കേൾക്കുക. അതാണ് നരേന്ദ്രമോദിയും ചെയ്യുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മീഡിയം, അവർക്ക് മനസ്സിലാവുന്ന മീഡിയമായിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയത്തിൽ കൂടി അദ്ദേഹം അവരോട് സംബന്ധിച്ചിട്ട് അവരെക്കാൾ കൂടുതൽ, അവരെല്ലാം കൂടി നേടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പും റേറ്റിംഗും നേടി. അത് കൊടുക്കാതിരുന്ന ഇതപ്പോൾ പിടിച്ച് മാപ്പ് പറഞ്ഞ മാർക്ക് സർക്കംബർഗ് മോദിയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞില്ലേ. ഇതൊരു ആഗോള ഭീമനെ മാപ്പ് പറയിക്കാനുള്ള തൻ്റെ ഇടം. ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത് മാപ്പ് പറയിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെന്നാണോ? അല്ല, അദ്ദേഹം വിശാല മനസ്കതയോട്, ഇത് കുട്ടികളാണ്. മാർക്ക് സക്കൻബർഗിനോട് സ്വീകരിക്കേണ്ട നിലപാടല്ല ഇവരോട് സ്വീകരിക്കേണ്ടത്. അദ്ദേഹത്തെ വരെ മുട്ടുമടക്കിച്ച മോദിയോടാണ്. കോൺഗ്രസ്സുകാരുടെ പിന്തുണയോടായിരുന്നു സക്കൻബർഗിന് മോദിയെ ഒഴിവാക്കിയതിന്. അങ്ങനെയാണ് നമ്മുടെ രാജ്യസ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നിൽക്കട്ടെ, ഈ FCRA ബില്ല് വരിക. FCRA മാത്രമല്ല വരാൻ പോകുന്ന ചരിത്ര പ്രസിദ്ധമായ മൊമെൻറ്റസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള മറ്റൊരു ബില്ലും കൂടെ വരാൻ പോകുന്നു. അതേതാണ്? ഡീലിമിറ്റേഷൻ. അതിൻ്റെ എന്താണ് ഡീലിമിറ്റേഷൻ? ഇന്ത്യയിലെ 1/3 വിഭാഗം സ്ത്രീകൾക്ക് അധികാരത്തിൽ അവസരം നൽകാൻ വേണ്ടിയിട്ടുള്ള ബില്ല്. അതിൻ്റെ ഭാഗമാണ് ഡീലിമിറ്റേഷൻ. ഡീലിമിറ്റേഷൻ കൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ, ഇത് പാസ്സായി കഴിഞ്ഞു, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ, അസംബ്ലിയിൽ, രാജ്യസഭയിൽ, അതുപോലെ ലോക്സഭയിൽ, എല്ലാ ഭരണകൂടങ്ങളിലും 1/3 ഭാഗം അവർക്കായിട്ട് റിസർവ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ സന്തോഷിക്കേണ്ട ഒരു നിമിഷം. കോക്രോച്ച് പാർട്ടിയും അവരുടെ അടിസ്ഥാന പ്രമാണമായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് 50% സംവരണം. ഈ 30% സംവരണം ഏർപ്പെടുത്തിയപ്പോഴത്തേക്കും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും കൂടി അത് വോട്ടിനിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ ചരിത്രം നമുക്കറിയാം. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് അവരെ തോൽപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ വീണ്ടും അതിശക്തമായിട്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷം തിരിച്ചെടുത്തുകൊണ്ട് ഇത് പാസ്സാവണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 352 വോട്ടുകൾ ലോക്സഭയിൽ കിട്ടണം. ഇപ്പം തന്നെ അമിത്ഷാ പാർലമെൻറ്റിൽ വന്നുകൊണ്ട് തന്നെ അദ്ദേഹം 349 പേരുടെ പിന്തുണ ഇതിന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിലാരൊക്കെയാണെന്നറിയാം? DMK പൂർണ്ണമായിട്ടും അവരുമായിട്ട് ചർച്ച ചെയ്തത് അമിത്ഷാ അല്ല, മറിച്ച് നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. അതുപോലെ തന്നെ NCP ശരത് പവാർ വിഭാഗം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ നേരിട്ട് വന്ന് കണ്ടു പാർലമെൻറ്റ്. ആരും അത് അറിഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടാണ്. ആ രഹസ്യമായ യോഗത്തിൽ ഇതിന് ഞങ്ങൾ പിന്തുണ നൽകാം,
NCP നേതാവെന്ന് പറയുന്നത് ദേശീയതയുള്ള നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പേരിട്ടത്. ഈ ദേശീയ സ്വഭാവമുള്ള ആളല്ല സോണിയാഗാന്ധി എന്നറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് പിളർന്നുപോയ ശരിയായ കോൺഗ്രസ്സുകാരനാണ് ശരത് പവാർ. അദ്ദേഹത്തിൻ്റെ പിന്തുണ. പിന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒരു കൂട്ടം, ഇവരെല്ലാം കൂടെ ചേർന്ന വലിയൊരു സംഘം ഇപ്പോൾ ഈ ബില്ലിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബാലൻസ് ഉള്ളത് ഒരു 3 വോട്ടിൻ്റെ വരുന്നുണ്ട്. ആ 3 വോട്ടിൻ്റെ ആ ബാലൻസ് കുറവ് ശിഷ്ടം പരിഹരിച്ചോളും. അതിനുള്ള കഴിവ് അമിത്ഷായ്ക്കുണ്ട്, അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. ഇത് രണ്ടും കൂടി അവതരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ തോൽക്കാൻ പോകുന്നത് പ്രതിപക്ഷമാണ്. ബംഗൂർ എന്ന് പറയുന്ന ഒരു സീറ്റിൽ കേവലം 30% പേർ മാത്രം വോട്ട് ചെയ്തവരിടത്ത് തോറ്റെന്ന് പറഞ്ഞിട്ട് മോദിയുടെ സിംഹാസനം ആടി ഇളകുന്നു എന്നൊക്കെ പറഞ്ഞ് പരക്കുന്നുണ്ട്. പക്ഷേ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതോടുകൂടി BJP എന്ന് പറയുന്ന പ്രസ്ഥാനം നയിക്കുന്ന NDA എന്ന പ്രസ്ഥാനം ഈ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള, പരിവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന് ചരിത്രത്തിൽ തങ്കലിപികളിൽ കുറിക്കപ്പെടാൻ പോവുകയാണ്. അടുത്ത ആഴ്ച കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാണ് കാണുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. വേണുഗോപാൽ പറഞ്ഞു ഒളിച്ചു കളിക്കുകയല്ല വേണ്ടത്, പാർലമെൻറ്റിൽ വരികയാണ്. അദ്ദേഹം എല്ലാ ദിവസവും പാർലമെൻറ്റിൽ വരുന്നുണ്ട്. 11 തൊട്ട് അദ്ദേഹം രാജ്യസഭയിൽ വരുന്നു, ചോദ്യോത്തര സമയമാണ്. അതുപോലെ തന്നെ 10 മണി തൊട്ടേ ലോക്സഭയിൽ വരുന്നുണ്ട് ചോദ്യോത്തര സമയം. പക്ഷേ ചോദ്യോത്തര സമയം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ തകർക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഖിലേഷ് യാദവൊക്കെ വാസ്തവത്തിൽ ഇതിനെതിരാ. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ 10 പേര് മതിയല്ല അവിടെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ നല്ല ശബ്ദമാണ്. അവിടെ ഇങ്ങനെ അത് അത് റിവർബറേറ്റ് ചെയ്യും. ആ ശബ്ദം കൊണ്ട് പാർലമെൻ്ററി നടപടികളെ, ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യുന്നത്. ഇത് ഇവരെ വിജയിപ്പിച്ച് വിട്ട അതേ മണ്ഡലത്തിലുള്ള ആളുകൾ ചിന്തിക്കണം. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ, അവിടെ കിടന്ന് ബഹളമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, നിങ്ങൾ നായ്ക്കൾ കുരയ്ക്കുന്നത് പോലെ ബഹളമുണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമുള്ള നടപടികളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അയച്ചതെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് കാണാം അമിത്ഷാ ഒളിച്ചു കളിക്കുകയായിരുന്നു അതോ അദ്ദേഹം തൻ്റെ കൃത്യം നിർവഹിക്കുകയായിരുന്നു. ഏതായാലും കൊടുങ്കാറ്റിന് മുന്നിൽ ഒരു ശാന്തത എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഒരു ശാന്തതയിൽ എന്തൊക്കെയാണ് അണിയറയിൽ ഒരുങ്ങിയിരുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം തന്നെ പറയും. ഇപ്പൊ അമിത്ഷാ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ അദ്ദേഹം തന്നെ അത് പറയുന്ന സാഹചര്യവും ഉണ്ടാവും. തീർച്ചയായിട്ടും കാണാം.